കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്ന ഹൈക്കോടതി. വിവരാവകാശ നിയമത്തിന് കീഴിലെ പബ്ലിക് അതോറിറ്റിയിൽ CIAL ഉൾപ്പെടുത്തുമെന്ന് കോടതി വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സിയാലിന്റെ ഹർജി ഡിവിഷൻ ബെഞ്ചും തള്ളി. അടിയന്തരമായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കാൻ കോടതി ഉത്തരവ്. ഡയറക്ടർ ബോർഡിന്റെ അനുമതിയില്ലാതെ അപ്പീൽ നൽകിയതിന് സിയാലിന് 1 ലക്ഷം രൂപ പിഴ ചുമത്തി. സിയാൽ MDക്കെതിരെ നടപടി എടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. അഹമ്മദ് മുജ്തബയുടെ വിശദാംശങ്ങൾ നൽകാൻ. മുജ്തബ, എന്താണ് ഹൈക്കോടതി നിർദ്ദേശം? എന്താണ് സംഭവം? ജീന, വളരെ നേരത്തെ തന്നെ നിരവധിയായ വ്യക്തികൾ സിയാലിന്റെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരാവകാശ രേഖകൾ നൽകിയിരുന്നു. വിവരാവകാശ രേഖകൾ ആവശ്യപ്പെട്ട അപേക്ഷകൾ നൽകിയിരുന്നു. പക്ഷേ അന്നൊക്കെ അവിടുത്തെ PR ഓഫീസർ അത് നിരസിക്കുകയും പ്രത്യേകിച്ച് അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിച്ചത് വിവരാവകാശ പരിധിയിൽ വരുന്ന ഒരു പബ്ലിക് അതോറിറ്റി അല്ല സിയാൽ എന്നാണ് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയം പിന്നീട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ മുന്നിലെത്തി. വിവരാവകാശ കമ്മീഷനും സിയാലിനോട് നിർബന്ധമായും RTI പ്രകാരമുള്ള അപേക്ഷകൾ ലഭിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകണം എന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് പിന്നീട് സിയാൽ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഹർജി നൽകിയത്. പക്ഷേ ആ ഹർജി അന്ന് ഹൈക്കോടതി തള്ളിയിരുന്നു. അതിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ ഒരു അപ്പീൽ നൽകി. ആ അപ്പീലും ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുക മാത്രമല്ല, അതിനൊപ്പം തന്നെ സിയാലിന് കൃത്യമായി തന്നെ പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി കൃത്യമായി തന്നെ 15 ദിവസത്തിനകം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കോടതി കുറെ കൂടി കടന്ന് ചില വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക് ഷെയർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഷെയറുകളുണ്ട്. അവരിൽ നിന്നെല്ലാം ഈ വിവരം അപ്പീലിന് പോവുകയും കേസിന് പോവുകയും ഒക്കെ ചെയ്യുന്ന വിവരം മറച്ചുവെക്കുകയും ഡയറക്ടർ അല്ലെങ്കിൽ ഈ സിയാൽ MD മാനേജിംഗ് ഡയറക്ടർ ഏതെങ്കിലും തരത്തിൽ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് കോടതി നടപടികളിലേക്ക് കടന്നത്, അപ്പീൽ നൽകിയത്. സ്വാഭാവികമായും കോടതി രൂക്ഷമായി വിമർശിക്കുകയും 1 ലക്ഷം രൂപ സിയാലിന് പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സിയാൽ ഡയറക്ടർ ബോർഡിലെ മെമ്പർ കൂടിയായിട്ടുള്ള ചീഫ് സെക്രട്ടറിക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി നൽകുന്നുണ്ട്. സിയാൽ MDക്കെതിരെ കർശനമായ നടപടിയെടുക്കണം, മേലിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടാകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. എന്തായാലും വിവരാവകാശ നിയമപരിധിയിൽ പ്രകാരം വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത് സിയാൽ കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുകയും അതിനെതിരെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ തിരിച്ചടി തന്നെയാണ്. ഒപ്പം തന്നെ സിയാലിന് ഫൈൻ ഈടാക്കിയെന്നുള്ള റിപ്പോർട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കോടതി ചില നിർദ്ദേശങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ആ ഉത്തരവ് പ്രകാരം ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ സിയാലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിയാലിന്റെ ഡയറക്ടർ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് സ്വന്തം നിലയ്ക്കാണ് സിയാൽ MD മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ആൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നടപടികളിലേക്ക് പോയത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചീഫ് മിനിസ്റ്ററാണ് ഈ സിയാലിന്റെ ഒരു ബോഡിയുടെ ഡയറക്ടർ ബോർഡിന്റെ ചെയർമാൻ. ആ മുഖ്യമന്ത്രിയോട് പോലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകുന്നതിനോ അപ്പീൽ നൽകുന്നതിനോ ഒരു തരത്തിലും കൂടിയാലോചന നടന്നിട്ടില്ല. അതുകൊണ്ട് കൃത്യമായി തന്നെ MDക്ക് ഈ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ അനുമതിയില്ലാതെ വിമാനത്താവളം വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും അഹമ്മദ് മുജ്തബ നൽകിയത്.